വലിയേട്ടൻ എന്ന ചിത്രത്തിലൂടെ അറക്കൽ മാധവനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം വീണ്ടും തിയേറ്ററിലെത്തുമ്പോൾ അത് ചുമ്മാ വന്ന് പോവാനുള്ളതല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായി 2 ദിവസങ്ങൾ പൂർത്തിയാവുന്നതിന്റെ മുന്നേ തന്നെ ട്രെയിലർ വ്യൂസും കാര്യങ്ങളെല്ലാം 5,20,000 എത്തി നിൽക്കുന്നു. 23,000 ലൈക്കുകളും ട്രെയിലറിന് ഇതിനോടകം തന്നെ നേടാൻ സാധിച്ചു. ഇന്നലെ 4 ദിവസങ്ങൾക്ക് മുന്നേ റിലീസായ ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറിനെ വരെ മറികടന്ന് 1ാമത്തെ പൊസിഷനിൽ ട്രെൻഡിങ്ങിൽ എത്താൻ ചിത്രത്തിന്റെ ട്രെയിലറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 5th ട്രെൻഡിങ്ങിലാണ് ഈ ഒരു ട്രെയിലർ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അറക്കൽ മാധവനുണ്ണി വീണ്ടും തിയേറ്ററിൽ എത്തുന്ന സമയത്ത് വമ്പൻ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാമാണ് സിനിമക്കായിട്ട് അണിയറ പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തിയേറ്റർ സ്റ്റാൻഡുകളും ഫ്ലക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ ട്രെയിനെല്ലാം വാടകയ്ക്ക് എടുത്ത് അതിമേലെല്ലാം സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പുതിയ സിനിമയെ എങ്ങനെയൊക്കെയാണോ മാർക്കറ്റ് ചെയ്യാറുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് വലിയേട്ടൻ എന്ന ചിത്രത്തെ വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകിയിരിക്കുന്ന പ്രൊമോഷനും കാര്യങ്ങളെല്ലാം. കൂടാതെ ചിത്രത്തിന്റെ സംവിധായകനായ ഷാജി കൈലാസിന്റെയും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെയും ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം 4 ദിവസങ്ങൾക്ക് മുന്നേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ സിനിമയിൽ ആദ്യ ദിവസം 29-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് മികച്ച രീതിയിലുള്ള സിനിമ പ്രേമികളെ തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കേരളത്തിൽ എത്രത്തോളം തിയേറ്റർ ഉണ്ടാകുമെന്നും ഇന്ത്യയിൽ ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം തിയേറ്റർ ഉണ്ടാകുമെന്നും GCCയിൽ അടക്കം എത്രത്തോളം തിയേറ്റർ ഉണ്ടാകുമെന്നുള്ള കാര്യമെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവർക്കാവും വിധത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങളെല്ലാം വലിയേട്ടൻ എന്ന ചിത്രത്തിന് നൽകി കഴിഞ്ഞു. റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയൊക്കെയായി തീരാൻ വലിയേട്ടൻ എന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ, കൈരളിയിൽ 1900-ൽ കൂടുതൽ തവണയാണ് ഈ ഒരു സിനിമ അവിടെ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ 4K വേർഷൻ തിയേറ്റർ റിലീസിന് ശേഷം കൈരളിയിൽ കൊടുക്കില്ല എന്ന് നമ്മുടെ ഷാജി കൈലാസ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത്ര തവണ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത സിനിമയായിരുന്നിട്ടും കൂടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ ആളുകൾ റെഡിയാണ് എന്ന് തന്നെയാണ് ട്രെയിലറിന് കിട്ടുന്ന സ്വീകാര്യതയിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. വലിയേട്ടൻ മൂവി 29-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ വന്ന് കാണാൻ റെഡിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.